നമസ്കാരം. അഗ്രി മലയാള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം അഥവാ KCC സ്കീം. എന്താണ് KCC? ഫാമേഴ്സിന് ഈസി ആയിട്ട് ക്രെഡിറ്റിന് ആക്സസിബിലിറ്റി കൊടുത്തുകൊണ്ട് അവരെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്ത ഒരു പ്രോഗ്രാമാണ് അഥവാ ഒരു സ്കീമാണ് KCC എന്ന് പറയുന്നത്. KCC ലോഞ്ച് ചെയ്തത് 1998-ലാണ്. ഇതിന്റെ മേജർ എയിം എന്ന് പറയുന്നത് ഫാമേഴ്സിന് ടൈംലിയും അഫോർഡബിളും ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. ഫാമേഴ്സ് എന്ന് പറയുമ്പോൾ ഇതൊരു അഗ്രികൾച്ചർ സെക്ടറിൽ മാത്രം ലിമിറ്റ് ചെയ്യുന്നില്ല. റാദർ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ അലീഡ് സെക്ടർ ഓൾസോ. ഇനി പണ്ടോട്ടേ നമ്മൾ കണ്ടുവരുന്ന കാര്യം ഫാമേഴ്സ് കൂടുതലും ക്രെഡിറ്റ് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇൻഫോർമൽ മണി ലെൻഡേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്തത്. അതിൽ നിന്നൊരു മാറ്റം, അതായത് ഇൻഫോർമൽ മണി ലെൻഡേഴ്സിൽ നിന്നും ഒരു ഫോർമൽ ഫൈനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, അവരെ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുക. ഇതും കൂടെയാണ് KCCയുടെ മേജർ എയിം എന്ന് പറയുന്നത്. ഇനി KCC ലോഞ്ച് ചെയ്തത് ഫാമേഴ്സിന് ഷോർട്ട് ടേം ക്രെഡിറ്റ് നീഡ്സ് മാനേജ് ചെയ്യുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ്. അപ്പോൾ ഷോർട്ട് ടേം ക്രെഡിറ്റ് നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പർച്ചേസ് ഓഫ് സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, ക്യാഷ് ഫോർ പ്രൊഡക്ഷൻ, പെസ്റ്റിസൈഡ്സ്, ഇതൊക്കെയാണ് ഷോർട്ട് ടേം ക്രെഡിറ്റ് നീഡ്സ്. ഇനി അല്ലിയുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അതിനുണ്ടാവും. സച്ച് ആസ് പോൾട്രി, ഡയറി, ഫിഷറീസ്, ഇതിനൊക്കെ ഒരു ഷെൽട്ടർ കിട്ടുക, അല്ലെങ്കിൽ ഇപ്പൊ ഫിഷറീസ് ആണെങ്കിൽ നമ്മൾ ഫീഡ്, പോണ്ട്, ഇതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമാണ്. അപ്പൊ ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി ഒരു ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് മണിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതായത് ക്രെഡിറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലൂടെ ക്രോപ്സിനും ഫാമേഴ്സിനും ഇൻഷുറൻസ് കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി ഫാമേഴ്സിന് ക്രെഡിറ്റ് അവൈലബിൾ ആവുന്നത് മോഡിഫൈഡ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം വഴിയിട്ടാണ്. അതായത് ഇനിഷ്യലി ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 8.5% ആണ്. അതിൽ 1.5% എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കുറയ്ക്കും. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആ ഇൻട്രസ്റ്റിന് സബ്വെന്റ് ചെയ്യും. അങ്ങനെ എഫക്റ്റീവ് ആയിട്ട് ഫാമേഴ്സ് പേ ചെയ്യുക എന്ന് പറയുന്നത് 7% ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇനി ഇവർ ടൈംലി ഈ ലോണിന്റെ റീപേയ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ അവർക്ക് അഡീഷണൽ ആയിട്ട് ഒരു 3% ഇൻട്രസ്റ്റ് കൂടെ സബ്വെൻഷൻ നടക്കും. അതായത് എഫക്റ്റീവ് ആയിട്ട് അവർക്ക് പിന്നെ അടയ്ക്കേണ്ട ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 4% ആയിരിക്കും. ഇനി ഇതിൽ എന്തൊക്കെയാണ് റീസെന്റ് ആയിട്ട് വന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് നടന്ന അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻഹാൻസ്മെന്റ് ഓഫ് ലിമിറ്റ് ആണ്. ക്രെഡിറ്റ് ലിമിറ്റിന്റെ എൻഹാൻസ്മെന്റ്. മോഡിഫൈഡ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം വഴി പ്രൊവൈഡ് ചെയ്യുന്ന ലോൺ എന്ന് പറയുന്നത് ഇനിഷ്യലി 3 lakh റുപ്പീസ് ആണ്. പക്ഷേ ഈ റീസെന്റ് ആയിട്ടുള്ള യൂണിയൻ ബഡ്ജറ്റ് വഴി ഇതിനെ എൻഹാൻസ് ചെയ്ത് 5 lakh റുപ്പീസ് വരെ ആക്കി. അതായത് 5 lakh റുപ്പീസ് വരെ ക്രെഡിറ്റ് ഫാമേഴ്സിന് ആക്സസിബിൾ ആണ് മോഡിഫൈഡ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീമിലൂടെ. ഇനി രണ്ടാമതൊന്ന് കൊളാട്രൽ ഫ്രീ ലോൺ. അതായത് ഇനിഷ്യലി 1.6 ലാക്ക് വരെ ഫാമേഴ്സിന് ലോൺ എടുക്കണമെങ്കിൽ അവിടെ ഒരു കൊളാട്രൽ സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല. അതായത് ലാൻഡുകളോ അല്ലെങ്കിൽ മോർഗേജുകളോ വഴി ഒന്നും ആവശ്യമില്ല. പക്ഷെ ഇപ്പോ ഈ 1.6 ലാക്ക് എന്ന് പറയുന്നത് 2 ലാക്ക് ആയിട്ട് എൻഹാൻസ് ചെയ്യണം. അതായത് സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സിന് 2 ലാക്ക് വരെ ലോൺ എടുക്കണമെങ്കിൽ അവർക്ക് ഒരു രീതിയിലുള്ള കൊളാട്രൽ സെക്യൂരിറ്റീസും ആവശ്യമില്ല. മൂന്നാമത്തെന്ന് പറയുന്നത് അലീഡ് ആക്ടിവിറ്റീസിന്റെ ലിമിറ്റ്. ഷോർട്ട് ടേം വർക്കിംഗ് ക്യാപിറ്റൽ ഫോർ അനിമൽ ഹസ്ബൻഡറീസ്, ഫിഷറീസ്, ഡയറീസ്, ഇതിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് 2 ലാക്ക് ആണ്. So that's the end of the session. If you like session, do like, share and subscribe and let me know your review on the comment section. Thank you.